നമസ്കാരം കൂട്ടുകാരെ, വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സീരീസിന്റെ സീസൺ 2 കഥ പറയുന്ന 4ാമത്തെ എപ്പിസോഡാണിത്. മുൻഭാഗങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. കഥ തുടരുകയാണ്. താരി ഫാത്തിഹിനെയും കൂട്ടി ഹിജ്റ എക്സ്പോ നടക്കുന്നിടത്ത് വന്നിരുന്നു. അവിടെ വെച്ച് താരി കിനാനെ കണ്ടു. കിനാൻ ഇസ്ലാമിക പാതയിലേക്ക് തിരിഞ്ഞതും ഹിജാബ് ഇട്ടതുമൊക്കെ താരി ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഹിജാബിൽ നിന്നെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് എന്ന് താരി അന്ന് അവിടെ വെച്ച് കിനാനോട് പറഞ്ഞു. കിനാനും സന്തോഷത്തോടെ ഫാത്തിഹിനെ കണ്ട് ആന്റി നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നാലെ അവരൊന്നിച്ച് ഷോപ്പിലേക്ക് ചെന്നു. ഷോപ്പിൽ ഇസ്ലാമിക ബുക്കുകളും മറ്റ് വസ്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ഫാത്തിഹിന് വേണ്ടി ആവശ്യമായവയൊക്കെ അവർ വാങ്ങാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു സാറ അങ്ങോട്ടേക്ക് വരുന്നത്. സാറ കിനാന് ഹായ് പറഞ്ഞു. സാറയെ കണ്ടതും താരി കുറച്ച് ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. താരിയുടെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലേക്ക് നീണ്ടു. സാറ താരിയെ കാണാൻ വീട്ടിലെത്തിയിരുന്നല്ലോ. അന്ന് അവിടെ വെച്ച് ഇരുവരും സംസാരിച്ചിരുന്നു. നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന കാര്യം സത്യമാണോ? സാറ ചോദിച്ചു. അള്ളാഹുവിന്റെ വിധിയതായിരുന്നു, അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത്. രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ പിരിഞ്ഞു എന്നായിരുന്നു താരിയുടെ മറുപടി. എന്നേക്കാൾ നന്നായി മതത്തിന്റെ വിധിവിലക്കുകൾ നിനക്കറിയാം. ബിയാൻ നിന്നെ മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയെങ്കിൽ ഇനി നിനക്ക് ബിയാന് വിവാഹം കഴിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ മറ്റൊരു വിവാഹം കഴിക്കണം. ശേഷം അതൊഴിവാക്കി വീണ്ടും ബിയാന് വിവാഹം ചെയ്യണം. അത് കേട്ടതും താരിക്ക് ദേഷ്യം വന്നിരുന്നു. ഞാൻ അങ്ങനൊന്നും ആലോചിക്കുന്നു പോലുമില്ല. നിങ്ങൾക്ക് പോകാം എന്നായിരുന്നു താരി പറഞ്ഞത്. വൈകാതെ ഇവന്റ് ആരംഭിക്കുന്ന സമയമായിരുന്നു. താരിയും കിനാനും സാറയും കൂടി ഇവന്റ് നടക്കുന്ന ഇടത്തേക്ക് ചെന്നു. അവിടെ മതപ്രബോധന ക്ലാസ് എടുക്കുന്നത് സൽമാനായിരുന്നു. സൽമാൻ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അന്നത്തെ ഇവന്റൊക്കെ അവസാനിച്ചതും സാറ തന്നെ സൽമാൻ എടുക്കൽ താരി തന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതേ സമയം മറുവശത്ത് താരിയുടെ കഫേ മാനേജ് ചെയ്യുന്നത് അമിയായിരുന്നല്ലോ. അമ്മി ജോലി തിരക്കിലായിരുന്നപ്പോൾ അകുമിന്റെ കോൾ വന്നു. നീ വേഗമൊന്ന് വീട്ടിലേക്ക് വരണം, ഇവിടെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അകും പറഞ്ഞു. പക്ഷെ ഞാൻ തിരക്കിലാണ് എന്നായിരുന്നു അമ്മയുടെ മറുപടി. തൊട്ടുപുറകെ അകുമിനെ അമ്മയുടെ വാപ്പ വിളിക്കുന്ന ശബ്ദവും കേട്ടു. വാപ്പ വിളിക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞ അകുമിനെ അമ്മ പറഞ്ഞയച്ചു. വേഗം വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. ജോലിയൊക്കെ കഴിഞ്ഞതും അമ്മ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോ അകും ദുഃഖത്തോടെ ഇരിക്കുന്നതായിരുന്നു അമ്മ കണ്ടത്. എന്താ കാര്യമെന്ന് അവൾ ചോദിച്ചു. വീട്ടുജോലിയൊക്കെ നിന്റെ വാപ്പ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കൊരു വാടക വീടെടുത്ത് പോയാലോ? അകും, നിങ്ങൾക്കിപ്പോ ജോലിയില്ലല്ലോ, നമ്മളെങ്ങനെ റെന്റ് കെട്ടും? തൽക്കാലത്തേക്ക് ഇവിടെ തുടരുന്നതല്ലേ നല്ലത്. എന്നെ കൊണ്ട് ഇവിടുത്തെ വീട്ടുജോലിയും എടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതും പറഞ്ഞ ദേഷ്യത്തിൽ അകും എഴുന്നേറ്റ് പോയി. ബിയാൻ മസ്ജിദിൽ പോയിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള മതബോധന ക്ലാസ്സിൽ അവനിരുന്നു. ദേഷ്യത്തെ പറ്റിയായിരുന്നു ഉസ്താദ് സംസാരിച്ചത്. ദേഷ്യം നിയന്ത്രിക്കപ്പെടേണ്ടുന്ന ഒരാപത്താണെന്നും ദേഷ്യം കാരണം പല നഷ്ടങ്ങളും സംഭവിക്കും, അതൊക്കെ നിയന്ത്രിക്കണം എന്നൊക്കെ മതബോധന ക്ലാസ്സിൽ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബിയാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. കാറിൽ വീട്ടിൽ വന്നിറങ്ങുമ്പോ താരിയും ഫാത്തിഹും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ബിയാൻ കണ്ടിരുന്നു. കിനാനൊപ്പം അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു താരിഹും ഫാത്തിഹും. വാപ്പയെ കണ്ടതും ഫാത്തിഹ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വാപ്പയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. വാപ്പ എന്താ വീട്ടിൽ വരാത്തെ? രാത്രി ഫുഡിന് മുമ്പ് വീട്ടിൽ വരണേ, ഇല്ലെങ്കിൽ കഴിക്കില്ല ഞാൻ എന്നൊക്കെ ഫാത്തിഹ ബിയാനോട് പറയുന്നുണ്ട്. എന്തു പറയണമെന്നറിയാതെ താരി നിൽക്കുകയായിരുന്നു. ബിയാൻ പിന്നാലെ ഫാത്തിഹിനോടും താരിയോടുമായി കുറച്ചു കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് കുറച്ചധികം നേരമായി, പോവേണ്ടതുണ്ട് എന്നായിരുന്നു താരിയുടെ മറുപടി. ബിയാനാണെങ്കിൽ വാപ്പയുടെ കൂടെ നിൽക്കാൻ വാശി കാട്ടി. ബിയാൻ ഫാത്തിഹിനെ സമാധാനിപ്പിച്ചു. മോനിപ്പോ ഉമ്മയുടെ കൂടെ പോ, വാപ്പച്ചി വീട്ടിൽ വന്ന് മോന്റെ കൂടെ കളിച്ചോളാം. ഫാത്തിഹ് സമാധാനപ്പെട്ട് താരിയുടെ കൂടെ പോയി. താരിയും ഫാത്തിഹും വീട്ടിലേക്ക് പോയിരുന്നു. താരിയുടെ വല്യച്ഛൻ ഫാത്തിഹിനെ പ്രയറിനായി മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഫാത്തിഹ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ പ്രേ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് വാപ്പയുടെ കൂടെ പ്രാർത്ഥിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. അതിനെന്താ മോനെ, ഇപ്പൊ പ്രാർത്ഥനയ്ക്കുള്ള നേരമായി, നമുക്ക് വേഗം മസ്ജിദിൽ കയറാം എന്നായിരുന്നു വല്യച്ഛൻ പറഞ്ഞത്. അന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോ വല്യച്ഛൻ സൽമാനെ മീറ്റ് ചെയ്തു. ഫാത്തിഹിനെ കണ്ട് അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു സൽമാൻ. ഇവന്റെ വല്യച്ഛൻ നിങ്ങളാണല്ലേ എന്ന മട്ടിൽ സൽമാൻ ചോദിക്കുന്നുമുണ്ട്. സൽമാൻ മെൽബണിൽ ഉസ്താദായിരുന്നു എന്ന കാര്യമൊക്കെ താരിയുടെ വല്യച്ഛൻ അറിയാമായിരുന്നു. ഫാത്തിഹിന് മതപഠന ക്ലാസുകൾ ആരംഭിക്കേണ്ട പ്രായമായി, അതിന് സൽമാൻ സഹായിക്കാമോ എന്ന് അദ്ദേഹം സൽമാനോട് തിരക്കി. സൽമാനും അതിനൊക്കെ പറഞ്ഞു. ആ സമയം ഫാത്തിഹിന് സൽമാൻ ഒരു പാവ സമ്മാനമായി കൊടുക്കുന്നുമുണ്ട്. അടുത്ത ദിവസം ബിയാൻ ജോലിയിലായിരിക്കെ സാറയുടെ മെസ്സേജ് വന്നു. മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ബിയാൻ സാറയെ കാണാൻ ചെന്നു. സാറ ബിയാനോട് സംസാരിച്ചു. ഇപ്പോഴൊക്കെ നീ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നതിന്റെ കാരണം എനിക്കറിയാം. നീ എന്നെ നല്ലൊരു സുഹൃത്തായി കണ്ടോ? എന്തു സഹായങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അൽദയുടെ മരണസമയത്ത് എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് നീയല്ലേ? ഈ ഒരു അവസരത്തിൽ നിന്റെ കൂടെ അതുപോലെ ഞാനുണ്ടാകും. മറുവശത്ത് താരി തന്റെ കഫയിലേക്ക് എത്തുകയായിരുന്നു. അമ്മി അവിടെ ഉണ്ടായിരുന്നു. താരിയും അമ്മിയും മീറ്റ് ചെയ്ത് സംസാരിച്ചു.
സംസാരിച്ചു. വീട്ടിലെ പ്രശ്നങ്ങളും അകും പറയുന്ന പരാതികളും അമി താരിക്കടുത്ത് പറഞ്ഞു. താരി പറഞ്ഞു, അകും ഇപ്പോ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയല്ലേ, അതുകൊണ്ട് അവൻ അങ്ങനൊക്കെ തോന്നുന്നേ. ഈ സമയത്ത് അവന് ദേഷ്യം കൂടുതലായിരിക്കും. നീ വേണം കുറച്ച് ക്ഷമയോടെയും സ്നേഹത്തോടെയും അവന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ. പിന്നെ കുറച്ച് റൊമാൻറ്റിക് ആവുന്നതിലും തെറ്റൊന്നുമില്ല. താരി അവളെ ചെറുതായി ഒന്ന് കളിയാക്കി. അവർ സംസാരിച്ചിരിക്കെ റഫ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്നു. താരിയുടെ മുൻകാല സുഹൃത്തായിരുന്നു റഫ. കോളേജിൽ അവർ ഒന്നിച്ചു പഠിച്ചതാണ്. അന്ന് റഫയ്ക്ക് താരിയോട് പ്രണയമുണ്ടായിരുന്നു. പക്ഷെ പ്രപ്പോസ് ഒന്നും ചെയ്തില്ല. പിന്നീട് റഫ തിരികെ വന്നപ്പോൾ താരി വിവാഹിതയായിരുന്നു. ആ റഫയാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. റഫ എന്താ ഇവിടെയെന്ന് താരി തിരക്കി. ഞാൻ വിളിച്ചിട്ടാ റഫ വന്നത്. ഇവിടുത്തെ എംപ്ലോയീസിന് ഒരു ക്ലാസ് കൊടുക്കാൻ ഒരു എക്സ്പേർട്ട് വേണമല്ലോ, അതുകൊണ്ട് വിളിച്ചു വരുത്തിയതാ എന്നായിരുന്നു അമ്മയുടെ മറുപടി. റഫ പിന്നാലെ ക്ലാസ് എടുത്തു. ദൂരെ നിന്നും താരി അത് നോക്കിക്കാണുന്നുണ്ട്. താരി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ വീട്ടിൽ സൽമാൻ ഉണ്ടായിരുന്നു. ഇരുവരും പരസ്പരം അഭിസംബോധന ചെയ്തു. എന്താണ് സൽമാൻ അവിടെയെന്ന് താരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വല്യച്ഛൻ വന്നു. ഫാത്തിഹിന് മതപഠന ക്ലാസ് എടുക്കാൻ വന്നതാണ് സൽമാൻ എന്നായിരുന്നു വല്യച്ഛൻ പറഞ്ഞത്. പിന്നാലെ സൽമാൻ ഫാത്തിഹിന് ക്ലാസ് എടുത്തു. ശേഷം ഏവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. സൽമാൻ പോയി കഴിഞ്ഞതും വല്യച്ഛൻ താരിക്കടുത്ത് ചെന്നു. സൽമാനെ പറ്റി എന്താ അഭിപ്രായമെന്ന് ചോദിച്ചു. നല്ലൊരു വ്യക്തിയാണ്, ഇന്റലിജന്റ് ആണെന്നൊക്കെ താരി മറുപടി പറഞ്ഞു. സൽമാന് വിവാഹം കഴിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം എന്നായി വല്യച്ഛന്റെ അടുത്ത ചോദ്യം. എനിക്കിപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല, വിവാഹത്തെപ്പറ്റി താൻ ആലോചിക്കുന്നില്ല എന്നായിരുന്നു താരി പറഞ്ഞത്. അന്ന് രാത്രിയിൽ സൽമാൻ കൊടുത്ത പാവയും വെച്ചിട്ടായിരുന്നു ഫാത്തിഹ് ഉറങ്ങിയത്. താരി കുളിയൊക്കെ കഴിഞ്ഞ് അത് നോക്കിക്കണ്ടു. ആ സമയത്ത് താരിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. റഫയുടെ മെസ്സേജ് ആയിരുന്നു അത്. നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇന്ന് നേരിൽ കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം ബിയാൻഡ് ഓഫീസിൽ മീറ്റിംഗ് ചേർന്നിരിക്കുകയാണ്. പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ ബിയാൻഡ് വർക്ക് ലൈഫിൽ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിയാൻ അന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഓഫീസ് കാര്യങ്ങളിൽ പ്രശ്നമാവരുത്, ഇനിയെങ്കിലും സൂക്ഷ്മതയോടെ ഒക്കെയും കൈകാര്യം ചെയ്യണം എന്ന് ബോർഡ് അംഗങ്ങൾ ബിയാന് വാണിംഗ് കൊടുത്തു. അന്ന് രാത്രിയിൽ റഫയും താരിയും മീറ്റ് ചെയ്തിരുന്നു. വന്നപ്പോൾ തന്നെ റഫ താരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. താരി അത് സ്വീകരിച്ചു. റഫ പറഞ്ഞു, പണ്ട് ഞാൻ പൂ തന്നപ്പോ ഒഴിവാക്കിയ പോലെ ഇതും ഒഴിവാക്കരുത്, ഇപ്പോൾ തന്നെ തുറന്നു നോക്കിക്കോളൂ. താരി ആ ഗിഫ്റ്റ് ബോക്സ് തുറന്നു. ബോക്സിനകത്തൊരു കേക്കായിരുന്നു. കേക്കിൽ ഞാനേറെ ബഹുമാനിക്കുന്ന പെണ്ണിന് എന്നെഴുതിയിരുന്നു. അത് കണ്ട് താരി കുറച്ച് ഷോക്കാവുന്നുണ്ട്. റഫ പറഞ്ഞു, ഇതിനു മുമ്പ് നീ ബിയാന്റെ ഭാര്യയായിരുന്നു, പക്ഷെ ഇപ്പോ നീ ഒരു സിംഗിൾ മമ്മാണ്. എന്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ നിനക്കിനിയെങ്കിലും സാധിക്കുമോ? റഫ തിരക്കി. പക്ഷേ താരി അന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. താരി അന്ന് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ ഫാമിലിക്കൊപ്പം സൽമാനും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. വല്യച്ഛനാണ് ഇതിന് പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്ന് താരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. താരി വല്യച്ഛനെ അർത്ഥം വെച്ചൊരു നോട്ടം നോക്കി. വല്യച്ഛൻ ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാതെ പറയുന്ന പോലെ. പിന്നാലെ വല്യച്ഛനും വല്യമ്മയും ചേർന്ന് താരിയും സൽമാനും സംസാരിക്കാൻ അവസരമൊരുക്കി. ഇരുവരും സംസാരിച്ചു. തന്റെ ലൈഫിനെ പറ്റി സൽമാൻ പറഞ്ഞു, 6 വർഷമായി ഞാൻ മെൽബണിലായിരുന്നു. അവിടെ ഒരു പള്ളിയിൽ ജോലി നോക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ എന്റെ പേരൻസും മരണപ്പെട്ടതാണ്. മുത്തശ്ശിയായിരുന്നു എന്നെ വളർത്തിയത്. അവരുടെ സംസാരം അങ്ങനെ തുടർന്നു പോന്നു. ഒടുവിൽ യാത്ര പറഞ്ഞ് സൽമാൻ ഇറങ്ങുകയും ചെയ്തു. സൽമാൻ പോയതിനു പിന്നാലെ വല്യച്ഛനും വല്യമ്മയും താരിയുടെ അടുത്തെത്തി. വല്യച്ഛൻ പറഞ്ഞു, സൽമാൻ നല്ലൊരു പയ്യനാണ്, ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവൻ. ഫാത്തിഹിനെയും അവനൊരുപാട് ഇഷ്ടമാണ്. അവനെ വിവാഹം കഴിക്കുന്ന കാര്യം ആലോചിച്ചുകൂടെ? എനിക്ക് വിവാഹം കഴിക്കാനൊന്നും ഇപ്പോ താല്പര്യമില്ല. താരി മറുപടി പറഞ്ഞതും വല്യച്ഛൻ അവിടെ നിന്ന് മാറി. മറുവശത്ത് ബിയാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ബിയാൻ ഒരുപാട് ടയേർഡാണ്. വാപ്പ തിരക്കി. ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. അതെ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോബ്ലം ഓഫീസിലല്ല, പ്രോബ്ലം നിനക്കാണ്. നീ നിന്റെ പേഴ്സണൽ പ്രോബ്ലവും വർക്ക് പ്രോബ്ലവും ഒന്നിച്ച് കൂട്ടിക്കുഴയ്ക്കുകയാണ്. പേഴ്സണൽ പ്രോബ്ലങ്ങൾ മാറ്റിവെച്ച് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. ബിയാന് ദേഷ്യം വന്നു. എനിക്ക് കുറച്ച് സമാധാനം ഇവിടെയെങ്കിലും തരൂ എന്ന് ചോദിച്ചവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം വീണ്ടും റഫ താരിയെ കാണാൻ വന്നിരുന്നു. റഫ വീണ്ടും താരിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പങ്കുവെച്ചു. താരിക്ക് ദേഷ്യം വന്നിരുന്നു. മറുപടിയൊന്നും പറയാതെ താരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. റഫയ്ക്ക് ചെറിയ രീതിയിൽ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറുവശത്ത് അകുമാകട്ടെ അമ്മയുടെ വാപ്പയിൽ നിന്ന് ചെറിയ വഴക്ക് കേൾക്കുകയായിരുന്നു. തുടർച്ചയായി അകും വീട്ടിൽ തന്നെ ജോലിക്ക് പോവാതെ തുടരുകയാണല്ലോ. വാപ്പ പറഞ്ഞു, നീ ഇങ്ങനെ ജോലിക്ക് പോവാതിരുന്നാൽ എന്താവും? നീ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലേ, ആ ജോലി ചെയ്തുകൂടെ? എനിക്കതിലൊന്നും താല്പര്യമില്ല. എനിക്ക് ജേർണലിസ്റ്റ് ആവാനാ താല്പര്യം. ആ ജോലിയെ ഞാൻ ചെയ്യൂ, അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നീ ജോലിക്ക് പോവാത്തോണ്ടല്ലേ അമ്മയ്ക്ക് ജോലിക്ക് പോവേണ്ടി വരുന്നേ. അതിന്റെ സ്ട്രെസ് കാരണ നിങ്ങൾക്കൊരു കുട്ടി പോലും ഉണ്ടാവാത്തെ. നീ വേഗം ഒരു ജോലി കണ്ടുപിടിക്കുന്ന കാര്യം നോക്ക്. അതും പറഞ്ഞ് അമ്മ
അമ്മയുടെ വാപ്പ അവിടെ നിന്ന് പോയി. അകും വല്ലാതെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇരുന്നു. മറുവശത്ത് താരിയുടെ വല്യച്ഛൻ സൽമാനെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. സൽമാനോട് അദ്ദേഹം സംസാരിച്ചു. താരിയെ സൽമാന് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. സൽമാനും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം താരി കഫേയിൽ അമ്മയ്ക്കൊപ്പം സംസാരിച്ചു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മ അവിടെ നിന്ന് മാറിയതും കഫേയിലേക്ക് ഒരു ലേഡി കയറി വന്നു. താരി എവിടെയെന്ന് അലറി വിളിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ വരവ്. ആ ലേഡി യാഥാർത്ഥ്യത്തിൽ റഫയുടെ പാർട്ട്ണറായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്നവർ താരിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ കാര്യമായിട്ട് ഹിജാബൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നിട്ടാണോ ഇമാതിരി പ്രവൃത്തി കാണിക്കുന്നേ? വേറൊരാളുടെ ഭർത്താവിനെ വളച്ചെടുക്കാൻ നോക്കുവാണോ? മോശം രീതിയിൽ തുടർന്നും സംസാരിച്ച് ദേഷ്യപ്പെട്ട് ഇനി മേലാൾ റഫയെ മീറ്റ് ചെയ്തു പോവരുത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കഫയിലുണ്ടായിരുന്ന ഏവരും താരിയെ നോക്കുകയും ഓരോന്ന് പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. താരിയാണെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഞെട്ടലോടെ നിൽക്കുകയുമായിരുന്നു. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ അകം അവളെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ എത്തിയതും അകം ചോദിച്ചു, ഞാൻ കാരണം നീ സ്ട്രെസ്ഡ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ, നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? നിന്റെ വാപ്പയാ പറഞ്ഞേ ഞാൻ കാരണം നിനക്കിപ്പോഴും ഒരുപാട് സ്ട്രെസ്സാണ്, അതുകൊണ്ട് നമുക്ക് കുട്ടിയില്ലാത്തതെന്നൊക്കെ. വാപ്പ വെറുതെ ഓരോന്ന് പറയുന്നതല്ലേ, അതൊക്കെ ആലോചിച്ച് നീ എന്തിനാ സ്ട്രെസ്ഡ് ആവുന്നേ? അതൊക്കെ വിട്ടുകളാ എന്നായിരുന്നു അമ്മ പറഞ്ഞത്. പിന്നാലെ ഇരുവരും ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് പുലർച്ചെ അമ്മ ഉറങ്ങി എഴുന്നേക്കുമ്പോ അകുമിനെ കാണുന്നുണ്ടായിരുന്നില്ല. അകും അവിടെ ഒരു കുറിപ്പെഴുതി വെച്ചിരുന്നു. അലമാരയിൽ നോക്കുമ്പോ അകുമിന്റെ വസ്ത്രങ്ങളടക്കം കാണുന്നുണ്ടായിരുന്നില്ല. അകും വീട് വിട്ടിറങ്ങിയിരുന്നു. ഇതേ സമയം മറുവശത്ത് ബിയാനും കിനാനും വീട്ടിലെ സ്വിമ്മിംഗ് പൂളിന് സമീപം വന്നിരിക്കുകയായിരുന്നു. കിനാൻ ബിയാനോട് നിനക്കിപ്പോ എങ്ങനുണ്ട്? കുറച്ചൊക്കെ ഓക്കെയായോ എന്ന് തിരക്കി. ഓക്കെയായി വരുന്നു, താരിയെ മിസ് ചെയ്യുന്നുണ്ട്, അവൾക്കൊപ്പം വീണ്ടും ജീവിക്കണമെന്നാ തോന്നുന്നേ എന്ന് ബിയാൻ പറഞ്ഞു. അങ്ങനാണെങ്കിൽ നിനക്ക് താരിയെ ആദ്യം മുതലേ അങ്ങ് പ്രണയിച്ചൂടെ? ഒന്നേന്ന് മുതൽ ഒരു പുതിയ തുടക്കം എന്ന് കിനാൻ തിരക്കി. ചിരിയോടെ ബിയാൻ അവളുടെ തോളത്ത് തട്ടി. പിന്നാലെ കിനാൻ താരിയുടെ ഇഷ്ടഭക്ഷണത്തെപ്പറ്റി ചോദിച്ചു. ആ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി താരിക്ക് കൊണ്ടുപോയി കൊടുക്ക്, താരിക്കത് ഇഷ്ടമാവും. അങ്ങനെ പതിയെ പതിയെ നിങ്ങൾ തമ്മിൽ വീണ്ടും അടുത്തു വന്നോളും, ഒക്കെ ഓക്കെ ആയിക്കോളും അവൾ ബിയാനോടായി പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് ബിയാനും തോന്നി. കിനാനോട് നന്ദി പറഞ്ഞ് സ്നേഹവും അറിയിച്ച് അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് പാചകം ചെയ്യാൻ ആരംഭിച്ചു. താരിക്കേറെ ഇഷ്ടപ്പെട്ട വിഭവം അവൻ ഉണ്ടാക്കിയെടുത്തു. ശേഷം അത് പാക്ക് ചെയ്ത് താരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഇതേ സമയം താരിയാകട്ടെ വീട്ടിലെ സോഫയിൽ തലേ ദിവസം കഫേയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. വല്യച്ഛനാണെങ്കിൽ സൽമാന്റെ കാര്യവും കാര്യമായി ആലോചിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് വേണ്ടത് താരി ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ആരോ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. താരി പോയി വാതിൽ തുറന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് സൽമാനായിരുന്നു. താരി സൽമാനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. വൈകാതെ വല്യച്ഛനും വല്യമ്മയും കൂടി വന്ന് അവർക്കൊപ്പം ജോയിൻ ചെയ്തു. അവരൊന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സൽമാൻ വന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു. താരിയോട് വിവാഹാഭ്യർത്ഥന നടത്താനായിരുന്നു അവൻ എത്തിച്ചേർന്നിരുന്നത്. ഈ സമയത്തായിരുന്നു പാചകം ചെയ്ത ഫുഡുമായി കൃത്യമായി ബിയാനും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സൽമാൻ അത് ചോദിക്കുന്ന കണ്ടതും ബിയാന്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണു. അവനുണ്ടാക്കിയ വിഭവം അവിടെ ആകെ ചിതറിത്തെറിച്ചു. ആ ദൃശ്യത്തോടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഉടൻ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.